ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനൊരു ലോൺ വോൾഫാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫസ്റ്റത്തെ തോക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ തോക്ക് എടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഞാൻ ഡെസർട്ടുകളാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എതിരാളിയായിട്ട് വന്നിരിക്കുന്നത്, അവൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല, എന്നാലും അത്യാവശ്യം കളിയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിട്ട് പോകാം. എന്നാൽ ഫസ്റ്റ് ഞാൻ നമ്മുടെ ആ കുഴലിൻ്റെ അകത്തോട്ട് കയറിപ്പോയായിരുന്നു. പിന്നെ അവൻ എനിക്കൊരു അടി തന്നു. ആ സമയത്ത് ഞാൻ അവന് ഫ്ലാഷ് ഫീസ് ഒന്ന് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ ഒരു 46K. പിന്നെ അവൻ അകത്തോട്ട് തക്സുയായിട്ട് കയറിപ്പോയി. ആ സമയത്ത് ഞാൻ മെഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി ചെല്ലാൻ പോവാമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ഞാൻ അടി കൊടുക്കാൻ നോക്കിയിട്ട് ഒരു അടിയും കയറുന്നില്ല ഗൈസ്. അവൻ എനിക്ക് 2 അടി തന്നിട്ടുണ്ട്. പിന്നെ അവൻ എവിടുന്നോ ചാടിക്കയറി എനിക്കൊരു അടി തന്നു. പിന്നെ ഞാൻ മെഡ് അടിക്കുന്ന സമയത്ത് ആ തക്സുവായിട്ടോണ്ട് ഞാനും തക്സുവായിട്ട് ഗ്ലൂവാൾ വട്ടത്തെ അങ്ങ് ഇട്ട് ഗൈസ്. പിന്നെ ഞാൻ മെഡ് അടിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഗ്ലൂവാൾ ഫ്ലാഷ് ഫീസ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഗ്ലൂവാൾ തല്ലിപ്പൊട്ടിക്കാൻ നോക്കി ഗൈസ്. പിന്നെ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. കാരണം അവൻ എന്നാന്ന് വെച്ചാൽ ആ ഗ്ലൂവാൾ പൊട്ടിക്കുന്നത് കൊണ്ട് ഞാൻ തക്സുവായിട്ട് കയറി വന്നപ്പോൾ അവൻ എന്നെ സൈഡിൽ നിന്ന് ഒരു അടി തന്നു ഗൈസ്. ഇങ്ങനെ അവനെന്നെ അടിച്ചുറക്കിയിട്ട് ഗൈസ്. പിന്നെ ഇപ്പോൾ 2ാമത്തെ റൗണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ റൗണ്ടിൽ അവനാണ് ഗൈസ് കളിയെടുത്തിരിക്കുന്നത്. പിന്നെ 2ാമത്തെ റൗണ്ടിൽ എങ്ങനെയെങ്കിലും കളിയെടുക്കാമെന്ന് വെച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. മാക്സിമം നോക്കി ഗൈസ് കയറാൻ. പിന്നെ ഞാനൊരു 30 കൊടുത്തു അവന്. പിന്നെ ഒരു 39 കൊടുത്ത് 2-3 അടിയൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ 67 കൊടുത്തിട്ട് ഇവനങ്ങോട്ട് ചാവുന്നില്ല. എന്നിട്ട് ഞാൻ അവന് ഒരെണ്ണം കൊടുക്കാൻ നോക്കി. പിന്നെ ഫ്ലാഷ് ഫീസ് പറഞ്ഞപ്പോൾ ഡാമൊന്നും കയറിയില്ല. അപ്പോഴാണ് ഞാൻ കണ്ട അവൻ അങ്ങോട്ട് ഓടിപ്പോകുന്നത്. ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി ഈ സൈഡിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒന്ന് അടിച്ചു നോക്കി. ഇവിടെ നോക്കാൻ നേരത്ത് ഇവിടെ ഇല്ല. പിന്നെ ഇവൻ ഇവിടെ നിൽക്കുന്നു. ഒരടി കൊടുക്കാൻ നോക്കി, പക്ഷെ അത് കയറിയില്ല. പിന്നെ അവൻ കുത്തിപ്പിടിച്ച് ഡെസേർട്ടുകളും കൊണ്ട് അടിക്കാൻ നോക്കി. പിന്നെ ഞാൻ ഒരു 71 കൊടുത്തിട്ടുണ്ട് കേസ്. പിന്നെ അടിക്കാൻ നോക്കിയിട്ട് അതൊന്നും കയറുന്ന പോലുമില്ല. ഞാൻ ഒരു 46 അടിച്ചു കേസ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവന് മെഡൊക്കെ അടിക്കാൻ ഇവിടുന്നാണ് സമയം കിട്ടുന്നത്. പിന്നെ ഞാൻ അവനെ അങ്ങനെയൊക്കെ ഒരു ഡാം കൊടുത്തിട്ടുണ്ട് കേസ്. 67 കൊടുത്ത് ഞാൻ വേണമെങ്കിൽ അടിച്ചുറക്കി വിട്ടു. പിന്നെ ഇപ്പോൾ 3ാമത്തെ റൗണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ റൗണ്ട് ഞാനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ ഗൈസ്. ഈ റൗണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് AMW ആണ് ഗൈസ്. ഇപ്പോൾ ഞാൻ അവനെ സ്കോപ്പ് ചെയ്ത് വെച്ച് അവൻ്റെ നെഞ്ചത്തിന് ഒരു 157 കൊടുത്തു ഗൈസ്. ഞാൻ കയറി വീഴുന്ന സമയത്ത് അവൻ മണ്ടയ്ക്കുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി മണ്ടയിലോട്ട് സ്കോപ്പ് ചെയ്ത് നോക്കി. പക്ഷെ അവൻ അവിടെ കയറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ കണ്ട അവനുണ്ടെന്ന്. ഞാൻ ഒരു 157 പിന്നെയും കൊടുത്തു. 157 പിന്നെയും കൊടുത്തതിന് ശേഷം അവൻ മെഡിക്കിറ്റ് അടിച്ചായിരുന്നു. ആ സമയത്ത് പിന്നെ ഒരെണ്ണം കൊടുത്തു. അത് കയറിയില്ല. പിന്നെ ഞാൻ ഒരെണ്ണം അടിച്ചപ്പോൾ 315 കയറി ഗൈസ്. ഞാൻ വെച്ച് AMW ആയിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ AMW ഒരെണ്ണം കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് മറ്റേത് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കളി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇതെന്നാ വരാത്തതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ അവന് AMW എടുത്തുള്ളൂ. പിന്നെ ഞാൻ വെച്ച് അവൻ്റെ നെറ്റ് പോയി ഇരിക്കുവാന്ന് നോക്കിയപ്പോൾ സമയത്ത് അവൻ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവൻ വട്ടത്തിൽ ഗ്ലൂവാളിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഗ്ലൂവാൾ പൊട്ടിക്കാൻ നോക്കി ഗൈസ്. ഞാൻ ഗ്ലൂവാളൊക്കെ തല്ലി പൊട്ടിച്ചതിന് ശേഷം അവനെ ഒരു 150 കൊടുക്കാൻ നോക്കി. പക്ഷേ അവൻ എന്നെ ആ സമയത്ത് അടിച്ചിട്ടു ഗൈസ്. അവനെനിക്കൊരു 150 ഞാനും കൊടുത്തു. പിന്നെ അവൻ എന്നെ അടിച്ചിട്ട് ഗൈസ്. അവൻ എൻ്റെ അകത്തൊക്കെ ഇടിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ വിട്ടു കൊടുക്കുമോ? അടുത്ത റൗണ്ട് ഏതാണെന്ന് മറ്റേ നമ്മളെ 2 M80 ആണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് M10 വെച്ച് എടുക്കാൻ നോക്കി. പിന്നെ M10 മാറ്റിയിട്ട് നമ്മൾ 2 M80 എടുത്തു ഗൈസ്. M80 ആണ് ഗൈസ് സുഖം. അതുകൊണ്ടാണ് ഞാൻ M80 എടുത്തത്. പിന്നെ ഞാൻ ആ സ്ഥലത്തൂടെ കയറി അവൻ്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കുന്ന സമയത്ത് അവൻ ഗ്ലൂവാൾ നേരെ വന്നിട്ട് ഗൈസ്. പിന്നെ ഞാൻ ചാടി ഒരെണ്ണം കൊടുത്ത് ഒരു റെഡ് കയറി ഗൈസ്. പിന്നെ ചാടി അവൻ്റെ അടിച്ചങ്ങ് ഇട്ട് ഗൈസ്. പിന്നെ കുറച്ച് പട്ടി ഷോയും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് നമ്മൾ അടുത്ത റൗണ്ടിലോട്ടങ്ങ് പോയി. അപ്പം 6ാമത്തെ റൗണ്ടായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ 3-2 കളി. ഇപ്പോൾ M80 തന്നെയാണ് ഗൈസ്. ഞാൻ അവൻ അപ്പുറത്തൂടെ വരുന്ന കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചാടി തലക്കിട്ടൊരെണ്ണം കൊടുത്ത് അവനെ ഉറക്കി അങ്ങ് വിട്ടു ഗൈസ്. 4ാമത്തെ റൗണ്ടായിട്ട് ഒരു രക്ഷയില്ല. അവൻ എന്നെ പിന്നെയും അടിച്ചിടുകയാണ് ഗൈസ്. പിന്നെ ഇല്ലേ, ഞാനിത് റെക്കോർഡിങ്സിൽ കയറിയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ ഇമോട്ട് ഇടുന്ന കാണാത്തതാണ്. ഞാൻ റിയൽ കളി കളിക്കുമ്പോൾ അവൻ 2-3 ലോലും
മറ്റേ കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അവൻ്റെ റിവഞ്ച് എടുക്കാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഗൈസ്. SVD എനിക്ക് ഒന്നാമത്തെ വശമില്ലാത്ത കണ്ണ്. പിന്നെ ഡെസേർട്ട് ഈഗിൾ ഉള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ഗൈസ്. ഈ കളിയിൽ ഞാൻ ഗ്ലൂകൾ വട്ടത്തിലൊക്കെ ഇട്ട് അവനെ അടിക്കാൻ നോക്കിയിട്ടു എനിക്കിത് പറ്റിയില്ല. ഞാൻ ഒരെണ്ണം കൊടുക്കാൻ നോക്കി, ഒരെണ്ണം കയറുന്ന പോലും ഇല്ല. പിന്നെ അവൻ എവിടുന്നാണ് അടിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഗൈസ്. അപ്പുറത്തൂടെ വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കാൻ നേരത്ത് അവൻ അവിടെ പോയി നിൽക്കുന്നത് ഗൈസ്. എൻ്റെ നെറ്റ് പോയാണോ അവൻ്റെ നെറ്റ് പോയാണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ആ സമയത്ത് നോക്കാൻ നേരത്ത് വെള്ളയിൽ തന്നെയാണ് ഇട്ടിരുന്നത്, മഞ്ഞയോ ചുമലയോ ഒന്നും അല്ലായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ അകത്തോട്ട് തക്സുമായിട്ട് കയറിപ്പോൾ അവനവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് ഞാൻ ചുറ്റിലും ഉള്ളുവായിട്ടെ. ഈ ഇടയിൽ കൂടെ കയറിപ്പോകാമെന്ന് ഞാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഞാൻ ഗ്ലൂവാൾ തല്ലി പൊട്ടിക്കാൻ നോക്കി ഗൈസ്. ഡെസേർട്ട് ഈഗിളും കൊണ്ട് ഞാൻ ആ ഗ്ലൂവാൾ ഉണ്ടെന്ന് കൊടുത്തപ്പോൾ ഗ്ലൂവാൾ ചെറുതായിട്ട് ക്രാക്ക് ആയിട്ടുണ്ട്. പിന്നെ അവനെ അടിച്ചങ്ങിട്ട് ഗൈസ്. പിന്നെ അവൻ അടിച്ചു നോക്കാൻ നേരത്ത് എനിക്ക് രണ്ടെണ്ണം തന്നിട്ട് ഉറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. ഇതിനാണ് അവൻ ഗൈസ് ഇമോട്ടൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനൊരു റിവഞ്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ആദ്യമേ അവന് SVD കൊണ്ടാണ് ഗൈസ് കൊടുക്കാൻ നോക്കിയത്, പക്ഷേ വേണ്ടാന്ന് വെച്ച് 221 ഒരു ഡെസേർട്ട് ഈഗിളും കൊണ്ട് അങ്ങ് കൊടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവരുമ്പോൾ എല്ലാവർക്കും ബൈ.